തിരക്കുകളുടെ ഒരു കല മുഖത്ത് കാണുന്നുണ്ട് അല്ലേ? അല്ലെ, കലയുടെ തിരക്കെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ തിരക്കിന്റെ കല. ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഒരു സമ്മാനം ഉറപ്പ്. 100 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിയിട്ട് സമ്മാനത്തിന് വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഉത്തരവാദിത്വം അറിവില്ലായ്മ കൂടുന്തോറും മറന്നു പോകുന്ന മഹാസാധനം. പൊന്നിന്റെ വൺ സൈഡിൽ പൂപ്പലു കേറി അയ്യാ കണ്ണാടി ചില്ലിലിരിക്കണ് ചീഞ്ഞതുപോലെ. Once upon a time, once upon a time, once upon a time, once upon a time. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് Once Upon a Time കലിപ്പനും കാന്താരയും. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്ക്രീൻ ടൈമിന്റെ ഭാഗമായിരിക്കുകയാണ് നമ്മുടെ ഷോ. നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് നല്ല സ്റ്റാൻഡപ്പ് കോമഡി മേഖലയിൽ കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു വലിയ വേദി കൂടി ഒരുക്കുകയാണ് നമ്മുടെ ഷോ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, നമ്മുടെ ചീഫ് ജഡ്ജ്. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിലൂടെ, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 3 ദശാബ്ദകാലങ്ങളായിട്ട് നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരനായി മാറിയിരിക്കുന്ന ഷാജു ശ്രീധർ. പാലക്കാടിന്റെ മുത്തുമണി നമ്മുടെ സ്വന്തം ഷാജു ചേട്ടൻ വീണ്ടും നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ചേട്ടാ. ഒരു കാര്യം പറയുമ്പോൾ സന്തോഷമുണ്ട്. ആ തിരക്കുകളുടെ ഒരു ക്ഷീണമല്ല, ഒരു കല മുഖത്ത് കാണുന്നുണ്ട് അല്ലേ? അല്ലേ രവി ചേട്ടാ? ഞാൻ തിരക്കിന്റെ കല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ്. പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി. അത് നല്ല തിരക്കുള്ളതിന്റെ ഒരു ലാഞ്ചന മുഖത്ത് കാണുന്നുണ്ട്. കലയുടെ തിരക്കെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ തിരക്കിന്റെ കല. ഈ ഷാജുചേട്ടനെ പറ്റി ഒരുപാട് പേർക്ക്, ഈ ഏറ്റവും പുതിയ സിനിമ കാണുന്ന ആളുകൾക്ക് ഷാജുചേട്ടൻ ഇപ്പൊ എല്ലാ സിനിമകളുടെയും ഭാഗമാണ്. ഒരുപാട് സിനിമകളിലുണ്ട്. ഷാജുചേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നോ ഒന്നും പലർക്കും അറിയില്ല. കാരണം ഞാൻ ഈയിടയ്ക്കൊക്കെ ആലോചിച്ച ഒരു കാര്യം, ഈ ഷാജുചേട്ടന്റെ വിഷ്വൽ റെക്കോർഡ്സ്, മിമിക്രി കളിക്കുന്ന വിഷ്വൽ റെക്കോർഡ്സ് വളരെ കുറവാണ്. നിങ്ങൾ തപ്പിയാലൊന്ന് ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് പുള്ളി മിമിക്രി കളിക്കുന്നത് കിട്ടാൻ പാടാ. അതൊക്കെ എവിടെയാണ് കുഴിച്ചു മൂടിയത്? അന്ന് ആരും എടുത്തില്ലെന്ന് തോന്നുന്നത് കാര്യമായിട്ട്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പഴയ വീഡിയോസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട്. പ്രസാദേട്ടന്റെ ഒക്കെ അടക്കമുള്ള വീഡിയോസ്. അല്ല, പ്രസാദേട്ടന്റെ കൂട്ടത്തിൽ ഷാജുചേട്ടൻ ഉണ്ടായിട്ടില്ല. ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രസാദേട്ടന്റെ ഒക്കെയാണ് തോന്നുന്നത്. കെ എസ് പ്രസാദിന്റെ കൂട്ടത്തിലാണ് ഈ കാസറ്റുകൾ ഏറ്റവും കൂടുതൽ വന്നത്. ഈ സിനിമാല അങ്ങനെയുള്ള പരിപാടികളുടെ സംഘത്തിലാണ് മറ്റുള്ളവരുണ്ട്. ഈ 2 സംഘത്തിലും ഇല്ലാത്തൊരു മിമിക്രിക്കാരനായിരുന്നു ഷാജുചേട്ടൻ. എന്നാൽ ഈ സംഘത്തിലൊക്കെ വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, വരൂലായിരുന്നു. എന്താ പറയാ, ഗസ്റ്റ് അപ്പിയറൻസോ, ഗസ്റ്റ് പോലും വരികയല്ല. പുള്ളിക്ക് വേറെ തിരക്കുകളും വേറെ പരിപാടികളും ഒക്കെ ആയിട്ട് അന്നേ ആ വഴി ഈ വഴി അങ്ങ് പോവുക, അന്നേ പ്രേമിക്കുക, കല്യാണം കഴിക്കുക, ആ വഴിക്ക് പോവുക, അങ്ങനെയുള്ള പരിപാടികളില് മിമിക്രി ഒരു സൈഡിൽ കൂടെ പോവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാധാന്യം. വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. വലിയ നർമ്മബോധമുള്ള ആളാണ്. വലിയ നർമ്മബോധമുള്ള ആളെന്ന് പറഞ്ഞാല് പൊതുവെ നമ്മൾ എന്തെങ്കിലും നർമ്മം നമുക്ക് സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടിയാൽ ഇത് വിളിച്ച് പങ്കുവെക്കാവുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ചിരിക്കുന്ന, ഞാൻ ഷാജുചേട്ടനെ വിളിക്കും, ചിലപ്പോൾ പ്രചാരനെ വിളിക്കും, ഷാജുചേട്ടനെ വിളിക്കും. ഇവരോടൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ക്രൈമുള്ള നർമ്മവും, കാരണം അതിനകത്തൊരു ക്രൂരതയുണ്ട്. ചില തമാശകൾ നമ്മൾ പുറത്ത് പറയാനോ അങ്ങനെയൊന്നും പാടില്ല. അതിന്റെ ആ നർമ്മം മാത്രം എടുത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഷാജുചേട്ടനൊക്കെയാണ്. അങ്ങനെയുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ നർമ്മം ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരിധി വരെ. അപ്പൊ വിഷുവിന്റെ ഒരു കോള് വരുമ്പോൾ ഒരുപക്ഷെ സന്തോഷമാണോ സങ്കടമാണോ സങ്കടം പറയാൻ വിളിക്കാറില്ല, പക്ഷെ പറയാൻ പോകുന്നതെങ്കിലും ഞാൻ ഫോൺ എടുക്കുന്നത് തന്നെ ചിരിച്ചുകൊണ്ടായിരിക്കും. കാരണം വെച്ചാൽ നമുക്കത് അറിയാം എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റാന്നുള്ളതാണല്ലോ. ചിലർക്കത് വേദനിക്കും, പക്ഷെ ഈ പറയുന്ന രീതിയിൽ അത് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സൗഹൃദമാണ്. അതായത് ഇപ്പൊ ഈ ഇടയ്ക്ക് നോക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു റീൽസ് ചെയ്തിരിക്കുകയാണ് എടുത്തത്, വളരെ പോപ്പുലർ ആയ ഒരു സീനിന്റെ ലിപ്സിങ്ക് മുഴുവൻ പോയി കിടക്കുകയാണ്. ഒട്ടും ശരിയല്ല. അങ്ങനെയൊന്നും അല്ല റീലിൽ ഒരു സംഭവം ചെയ്യേണ്ടത്. വെറുതെ ഇങ്ങനെയൊക്കെ കാണിച്ച് ചെയ്തേക്കാണ്. അപ്പൊ ഇത് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ ലിപ്സിങ്ക് വിട്ടിട്ട് പുള്ളിയുടെ കാറിലിരുന്ന പുള്ളി ചെയ്യുന്നത്. ഷാജുചേട്ടൻ തിരിച്ചു പറയും, എടാ ഞാനത് കണ്ടു, പക്ഷെ അവൻ ആ സ്റ്റിയറിംഗിൽ കൈ വെച്ചതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് പക്ഷെ ആ കാറിന്റെ ലൈറ്റ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നതിന്റെ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയിൻ തെറ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് വേറെ കുറേ തെറ്റുകൾ കണ്ടുപിടിച്ച്, ഞാൻ അതാ പറഞ്ഞ അതിനകത്തൊരു ചെറിയ ക്രൈമുണ്ട്,
ഇപ്പൊ ആള് സാധാരണക്കാരെ ചെയ്തതാണല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നതിനുള്ള ചുരുക്കം ചില ആളുകളിൽ ഒന്നാണ് ഷാജി ചേട്ടൻ എന്ന് പറയുന്ന ആൾ. ഷാജി ചേട്ടന്റെ ഒരുപാട് പുതിയ വിശേഷങ്ങളിൽ ഒരു വിശേഷം ഞാനിപ്പോ പറയാം. നീ പറ. അതായത് നമ്മുടെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും പോകുന്നത് ഒരു ലൊക്കേഷനിലേക്കാണ്. അതായത് ഗിന്നസ് പക്രു ചേട്ടൻ നായകനാകുന്ന 916 കുഞ്ഞുട്ട് എന്നുള്ള പടത്തില് നമ്മള് എന്റെ ചേട്ടനും അനിയത്തി നിങ്ങൾ അങ്ങനെയാണല്ലേ? ചേട്ടനും അനിയത്തിയാണ്. ചേട്ടൻ അനിയത്തി മീൻസ് അത് എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് അല്ലേ? അങ്ങനെ അടുത്തുകൊണ്ടാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോ കുറച്ച് കൂടി പോയത്. പറഞ്ഞു വന്നപ്പോ കുറച്ച് അകൽച്ചയായി. പറഞ്ഞപ്പോ ആദ്യം അടുത്തുണ്ടായിരുന്നു. നമ്മുടെ എപ്പിസോഡുകൾ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് ഷാജി ചേട്ടൻ ഉണ്ടായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ. ചേട്ടാ വലിയ സന്തോഷം. ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടെ ഈ വേദിയിൽ വരുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴായിട്ടും എൻ്റെ അടുത്ത് പെട്ടെന്ന് പറയും ഷാജിറ മറ്റന്നാൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഞാൻ യെസ് ഓർ നോ പറഞ്ഞാൽ കേട്ട ഉടനെ ഫോൺ കട്ട് ചെയ്ത് കളയും. കാരണം അപ്പം ഞാൻ പറയും ഒന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എനിക്കിവിടെ വരാൻ ഭയങ്കര കൊതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് പിഷുവായിട്ട് അല്ലാതെ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ 100 കാര്യങ്ങൾ തിരക്കുകൾ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. നമ്മളൊരു അല്പസമയം ചിരിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് വലിയ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വേദിയിൽ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. നമ്മുടെ എല്ലാം മറന്ന് ഒരു ദിവസം അങ്ങനെ 2 പ്രാവശ്യം മിസ്സായി പോയി. അപ്പൊ ഇത്തവണ ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും 2 തവണ മിസ് തോന്നിയ ഷാജിച്ചേട്ടന് വലിയ തിരക്കാണ്. സിനിമകളിൽ ഒരുപാടുണ്ട്. സിനിമകളിൽ എപ്പോഴും ഇപ്പോൾ ഒരു സിനിമകളും തന്നെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. പല തിരക്കുകളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവരുടെ തിരക്കുകൾ മാറും. അപ്പൊ ഞാനും ഷാജിച്ചേട്ടനും പറയാം, ചേട്ടാ തിരക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് ഇവിടെ മാറ്റി തരാവുന്നല്ല, നിങ്ങൾ വാക്ക് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവിടെ വരാതെ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രഷർ കൊടുക്കാതിരിക്കാൻ നമ്മളും എല്ലാ കാലത്തും എല്ലാവരുടെ കാര്യത്തിലും നോക്കാറുണ്ട്. ഷാജിച്ചേട്ടാ എനിവേ താങ്ക് യു വെരി മച്ച്. വീണ്ടും വന്നേക്കാം. ഹലോ ഹലോ അല്ല ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ എനിക്ക് കാണാവുന്ന ദൂരത്തുണ്ട് ആള്. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്താ കേട്ടോ, സംസാരിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ എങ്ങനെയായാലും ഞാൻ സമ്മതിപ്പിക്കും, ഉറപ്പായിട്ടും. പിന്നെ ആളിവിടെ ഉണ്ട്. ഞാൻ പിന്നെ കൊടുക്കാം. ആദ്യം സംസാരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. ഷാജു, എനിക്കറിയാം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അജയൻ വടയക്കാട്. എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സാറ് പണ്ട് ക്യാമറയൊക്കെ ചെയ്യാൻ പോകത്തില്ലായിരുന്നോ? പിന്നെ എനിക്കറിയാം. ഞാനിപ്പോ ഓർക്കുന്നുണ്ടായിരുന്നു. അതല്ല, ഷാജുവിന് ഞാൻ പരിപാടി തന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തന്നിട്ടില്ല. ഭാഗ്യം. ഞാനേ ഈ പരിപാടിയൊക്കെ കൊടുക്കുന്ന ആളാ, വടയക്കാട്ട് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരനാണ്. അപ്പൊ ഞാനിവിടെ വന്നതേ, ഞങ്ങളുടെ ക്ഷേത്രത്തില് 8ാം ഉത്സവത്തിനൊരു ഡാൻസ് വേണം. കഴിഞ്ഞ വർഷം വന്നത് ശോഭനയാ, അതിന്റെ മുമ്പത്തെ വർഷം ലക്ഷ്മി ഗോപാലസ്വാമി, അതിന്റെ മുമ്പത്തെ വർഷം മേതിൽ ദേവിക, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വന്നത്. അപ്പൊ ഇപ്രാവശ്യം ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾക്ക് തെളിഞ്ഞു വന്നത് ഡയാനയുടെ ഡാൻസ് വേണമെന്നാ. അപ്പൊ ഡയാനയ്ക്ക് ഒഴിവുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവപ്രശ്നമൊക്കെ വെച്ചിട്ടാണോ നിങ്ങളവിടെ ആരുടെ ഡാൻസ് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്? അതല്ല, അതിന്റെ ഒരു ഗുട്ടൻസ് അതല്ല. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒരുപാട് ആൾക്കാർ വന്നു. ഫേമസ് ആൾക്കാരല്ലേ, നിലം തൊടാത്ത ആൾക്കാർ, നിറച്ച ആൾക്കാര്. അപ്പൊ ഈ ആൾക്കാർ വന്നപ്പോ ഉന്തും തള്ളും ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോ പോലീസ് അധികാരികൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ പരിപാടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോലീസ് അധികാരികൾ വന്നിട്ട് അവർ നിർദ്ദേശിച്ച പേരാണ് ഈ ഡയാനയുടെ പേര്. ദേവപ്രശ്നത്തിൽ പറഞ്ഞാണോ ഡയാനയുടെ പേര്? ദേവൻ എന്നാണ് ഈ SIയുടെ പേര്. അയാൾ പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ് ഈ അതാണോ ദേവപ്രശ്നം? അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡയാനയുടെ ഡാൻസ് ആവുമ്പോ അധികം ആൾക്കാരൊന്നും വരില്ലല്ലോ. ഡയാനയും ഡയാനയുടെ പക്കമേളക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിലേ ഈ ഉത്സവത്തിന്റെ കൂടെ 2-3 സ്റ്റാൻഡപ്പ് കോമഡി കൂടി വെച്ചാൽ കൊള്ളാന്നുണ്ട്. അത് നല്ലതാ. ഞാൻ എപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് അവസരം കിട്ടുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈ ഇവിടെ ഇരുന്നിട്ടേ നല്ല സ്റ്റാൻഡപ്പ് കോമഡിക്കാരെ സെലക്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, അവിടെ അങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ഷാരടിക്കാൻ പരിപാടിയൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. വന്ന വഴി മറക്കരുത്. അല്ല, ശരി, ഇരുന്നോളൂ. ആവശ്യമില്ല അലമ്പുണ്ടാക്കായിരുന്നു. ഇല്ല, ഞാൻ ഉണ്ടത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. നല്ല ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചോട്ടോ, സിനിമാറ്റിക് ഡാൻസ്. ഓക്കെ.
പിന്നെ ഡയനമോൾ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം. ഒരു പറഞ്ഞോ. അന്നദാനത്തിന്റെ ഉദ്ഘാടനം ഉണ്ട്. അന്നാരാജനെ ഒന്ന് ഏർപ്പാട് ചെയ്ത് തരണം. നിങ്ങളെ ഒരു പരിചയം ഉണ്ടാവുമല്ലോ. ചോദിച്ചു നോക്കാം. ആ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഫ്ലോറിൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് നല്ല ഒരു വേദിയാണ് ഒരുക്കി കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ മാത്രമല്ല, പുറത്തെ പരിപാടികളിലേക്കുള്ള അവസരങ്ങളും ഇവിടെ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി അജയൻ ചേട്ടൻ അടക്കമുള്ള ആൾക്കാരുടെ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇന്നത്തെ മത്സരങ്ങൾ തുടങ്ങുന്നു. നമുക്ക് പ്രാവശ്യം 2 കലിപ്പന്മാരാണ്. ലെറ്റ്സ് വെൽക്കം ദം, മിഥുൻ ആൻഡ് സോബിൻ. എന്താ നടന്നു വന്നപ്പോ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ പോലെയൊക്കെ? കൺഫ്യൂഷനല്ല, ഞങ്ങള് കൈകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഫ്രണ്ട്ഷിപ്പ്. ആ ഓക്കെ. ഇപ്പോഴാണോ പരിചയപ്പെടുന്നത്? ഞാൻ ഇവിടെ വന്ന ശേഷമാണ് മിഥുനെ പരിചയപ്പെടുന്നത്. ആ ഓക്കെ. ചേട്ടാ, സോബിൻ നമ്മുടെ 3rd സീസണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസുകളൊക്കെ കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ മിഥുൻ നമ്മുടെ മുന്നത്തെ സീസണിൽ വന്നിട്ടുണ്ട് അല്ലേ? സീസൺ 2 യെസ്. അപ്പൊ വീണ്ടും സ്വാഗതം മിഥുൻ. നമുക്ക് ഒന്നുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താലോ? മിഥുൻ എന്ത് ചെയ്യായിരുന്നു ആക്ച്വലി? ഞാൻ വീഡിയോ എഡിറ്ററാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരാണ്. ഓക്കെ, വെൽക്കം വെൽക്കം. സോബൻ ഇവിടുന്ന് പോയിട്ട് ഭയങ്കര ഒരുപാട് വീഡിയോസിലൊക്കെ ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ചേട്ടാ. ഞാൻ കാണുന്നില്ല. അവരാ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കല്ലേ അയച്ചു തരുന്നുള്ളൂ, നമുക്കാരും അയച്ചു തരുന്നില്ല, കാണുന്നില്ല. സൗബിനെ ഞാൻ 2 ഉദ്ഘാടനം കൊടുത്തായിരുന്നു. അതിന്റെ ഒരു ക്ഷീണം കിടപ്പെടുന്നു. എന്തായാലും നല്ല കാര്യം കേട്ടോ. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല നിലകളിൽ എത്തുന്നത് കാണുമ്പോഴത്തേക്കും. കേശവമാമനെ അറിയോ ചേട്ടന്? പിന്നെ കേശവമാമൻ ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് പാടിയിട്ടുണ്ട്. വേണമെങ്കിൽ പുള്ളീനെ ബുക്ക് ചെയ്യാം പരിപാടിക്ക്, താല്പര്യമുണ്ടെങ്കിൽ. പാരഡി പാട്ടുകളൊക്കെ പാടും. നല്ലടി നാട്ടിൽ കിട്ടൂല, പുള്ളീനെ ബുക്ക് ചെയ്യണോ? അപ്പോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് സെഗ്മെന്റ്, പാരഡി സോങ് ചാലഞ്ച്. ടൈം കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. നമസ്കാരം. കേശവമാമ, ഷാജി ചേട്ടൻ അറിയാലോ, നമ്മള് എത്രയോ അല്ലേ എപ്പിസോഡുകൾ നമ്മൾ ഇരുന്നേക്കണല്ലേ. വന്നോണ്ട് ചോദിച്ചു, മാമനല്ലേ ചോദിച്ചാ? നമ്മള് പരിപാടി വന്നിട്ടുണ്ട്. വന്നപ്പോ K7 ആയിരുന്നു, സ്റ്റേജിൽ കയറിയപ്പോ K7 ആയിരുന്നു, പരിപാടി കഴിഞ്ഞപ്പോ K7 ആയിരുന്നു. ഏത് ക്ഷേത്രത്തിൽ നിന്ന്? നമ്മള് വടേക്കാട്. ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഓർക്കണ്ട? അതല്ലേ പറഞ്ഞ, ഞാനല്ലേ പരിപാടി വന്നത്. അതിന്റെ ബാലൻസ് എപ്പോഴും തന്നിട്ടില്ല എനിക്ക്. റെഡിയല്ലേ നിങ്ങള്? റെഡിയാണ്. ഓക്കെ. പെണ്ണിൻ്റെ വൺ സൈഡിൽ പൂപ്പലു കേറി, അയ്യാ കണ്ണാടി ചില്ലിലിരിക്കണ് ചീഞ്ഞതുപോലെ. കണ്ടില്ലേ വൈകുന്നേരം ചായയുടെ കൂടെ പയ്യെ തിന്നാൻ കൊടുക്കണ വടയിൽ ഫംഗസ് വേറെ. പെണ്ണിൻ്റെ വൺ സൈഡിൽ പൂപ്പലു കേറി, അയ്യാ കണ്ണാടി ചില്ലിലിരിക്കണ് ചീഞ്ഞതുപോലെ. കണ്ടില്ലേ വൈകുന്നേരം ചായയുടെ കൂടെ പയ്യെ തിന്നാൻ കൊടുക്കണ വടയിൽ ഫംഗസ് വേറെ.
കേശവ മാമ പാട്ട് ഗംഭീരമായി. ഒരു കാര്യത്തിൽ കേശവ മാമൻ നന്നായിട്ട് സമ്മതിക്കുന്നു. കാരണം എപ്പോഴും ഗോൾഡൻ ഹിറ്റ്സ് ആണ് പാരഡിക്ക് വേണ്ടി കേശവ മാമൻ എടുക്കുന്നത്. വെൽ ഡൺ മൈ ബോയ്, സൂപ്പർ. തുഷാരടി ഒരു 500 രൂപ തരാമോ? എന്തിനാ ഈ പാട്ട് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാനാ. ഈ പാട്ട് വേണ്ട, ഇത് കൊണ്ടുക്കോ, ഫ്രീ ആയിട്ട് കൊണ്ടുക്കോ. അല്ല, ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു നാരായണന്റെ ചായക്കടയുണ്ടേ, അതിന്റെ മുമ്പിൽ ഇതൊന്ന് പാടാൻ വേണ്ടിട്ടാ. ഈ ബണ്ണിന്റെ പറഞ്ഞപ്പോഴേ പാലക്കാട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മക്ഡൊണാൾഡ്സ് തുടങ്ങി. ഒരു വർഷത്തിനകത്ത് പൂട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാല് അവിടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ഇവിടെ ഈ ഇതിനകത്ത്. അവർക്ക് അറിയില്ലേ ഈ പറയുന്ന ബർഗർ അറിയില്ല. അപ്പൊ അവര് പോയിട്ട് ഈ 2 ബണ്ണ് മാത്രം മതി, ഇടയിലുള്ള ചിക്കൻ വേണ്ടെന്ന്. അങ്ങനെ അതൊരു വർഷത്തിനകത്ത് പൂട്ടിക്കളഞ്ഞു. ബണ്ണ് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്ത. അപ്പോ ചോദ്യങ്ങൾ. ബണ്ണിന്റെ വൺ സൈഡിൽ എന്താണുള്ളത്? പൂപ്പൽ. പൊളിച്ചു. നീ സൈലന്റ് ആയിട്ട് നിന്നിട്ടും നീ വളരെ ഗംഭീരമായിട്ട് ഉത്തരം നൽകി. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, വയറ്റിനകത്ത് കേൾക്കുന്ന ശബ്ദം എന്താണ്? അടിപൊളി, അടിപൊളി മോനെ, സൂപ്പർ സൂപ്പർ. അപ്പൊ അടുത്ത ചോദ്യം ക്രൂഷ്യൽ ആണ്. ഓ, അരി വെക്കണ ചാക്കുകളിൽ കേറി നിരങ്ങുന്നതാര്? അടിപൊളി, സൂപ്പർ. നിങ്ങൾക്ക് ഈ ഒരു സ്പിരിറ്റ് ത്രൂ ഔട്ട് വേണം കേട്ടോ. പൊളിച്ചു, ഗംഭീരമായി. അപ്പോൾ ഈ സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിഥുനാണ് ടോപ്പ് സ്കോർ ചെയ്തിരിക്കുന്നത്. സോ മിഥുനാണ് ചേട്ടാ ആദ്യം ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. നമസ്കാരം. എൻ്റെ സംസ്കാരമായതുകൊണ്ട് എല്ലാവർക്കും ഹായ്. ഈ സ്റ്റാൻഡപ്പ് കോമഡികളിൽ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ദാമോദരൻ ചേട്ടൻ തെങ്ങിൽ കയറിയപ്പോഴേ മുണ്ടഴിഞ്ഞു പോയി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചെങ്ക് ട്രൗസറിൽ അപ്പിയിട്ടു. അങ്ങനെയുള്ള കുറേ അബദ്ധങ്ങൾ. ശരിക്കും ഈ അബദ്ധങ്ങളൊക്കെ അവരുടെ അബദ്ധങ്ങളാണോ? ഒരിക്കലുമല്ല. ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവരെ അബദ്ധങ്ങളായിരിക്കും അതൊക്കെ. അങ്ങനെ അബദ്ധങ്ങൾ അന്വേഷിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങി, എൻ്റെ വീട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. എനിക്കൊന്നും തന്നെ കിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് വന്നിട്ട് പറയാ, എടാ മോനെ, നീ എന്തിനാ വിഷമിക്കണേ? നിനക്ക് നിൻ്റെ അബദ്ധങ്ങൾ തന്നെ പറഞ്ഞൂടെ? അങ്ങനെ അബദ്ധങ്ങളെ പറ്റി പറയുമ്പോൾ എൻ്റെ പേര് മിഥുൻ. കേരളത്തിൻ്റെ നടുക്ക് നിന്നാണ് ഞാൻ വരുന്നത്, തൃശ്ശൂരിൽ നിന്ന്. അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 1500 രൂപ തന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണത്തിന് പോകണം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് സുഭാഷ് ഏട്ടൻ്റെ കല്യാണത്തിന് പോകണം. ഈ 1500 രൂപ നീ അവിടെ മറക്കാതെ വെക്കണം, നിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. ഞാനത് കൈ നീട്ടി സ്വീകരിക്കുക. കാരണം എനിക്ക് വീട്ടിൽ ഭയങ്കര പരാതിയാണ്, എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന്. അങ്ങനെ ഞാൻ ഈ കല്യാണം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരങ്ങ് ഇട്ടു, ഓപ്പറേഷൻ സുഭാഷ്. അങ്ങനെ ഓപ്പറേഷൻ സുഭാഷിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിറ്റേന്ന് നേരത്തെ എണീക്കുന്നു, പുതിയ ഷൂസ്, പുതിയ പാൻറ്, പുതിയ ഷർട്ട്, അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഞാൻ നേരെ കല്യാണത്തിന് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ നാദസ്വരം കൊട്ടിക്കൊണ്ടിരിക്കുന്നു, സുഭാഷ് ഏട്ടൻ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരിക്കും ഒരു പ്രിയദർശൻ മൂവി പോലെ ഭയങ്കര കളർഫുള്ളായിട്ടൊരു കല്യാണം. അങ്ങനെ ഞാൻ നേരെ, എനിക്കാണെങ്കിൽ ഈ കൊതിവെള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ പന്തിയിൽ നിൽക്കുന്നു. അങ്ങനെ ചോറ് വന്നു, സാമ്പാർ വന്നു, കറികൾ വന്നു, എല്ലാം വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, ഓപ്പറേഷൻ സുഭാഷ്. ഞാൻ നേരെ ചെന്ന് പൈസ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, തൈവിളപ്പിൽ ഒരളി 1500 രൂപ. എനിക്ക് ഭയങ്കര സന്തോഷമായി രമേശ് ചേട്ടാ, കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാവണതേ. എന്നിട്ട് ആ ഗെയിമോട് കൂടി ഞാൻ അച്ഛനെ ഫോൺ വിളിക്കുക, അച്ഛാ, ഉത്തരവാദിത്തം അറിവില്ലായ്മ കൂടുന്തോറും മറന്നു പോകുന്ന മഹാസാധനം, അലഞ്ഞിട്ടുണ്ട് അതും തേടി. മുൾമുനയിൽ പബ്ജിയുടെ തീരത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാകുന്നത്, എന്തിനാ സുഭാഷ് ഏട്ടൻ്റെ കല്യാണത്തിന് പോകാൻ, എന്തിനാ ഉത്തരവാദിത്തം കാണിക്കാൻ. ആവശ്യം അറിയിച്ചപ്പോൾ പന്തലിൽ പിരിവയ്ക്കാൻ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം റീല് മാത്രം കാണുന്നു എൻ്റെ ഒട്ടക്കീസിൽ നിന്നുണ്ട്. അങ്ങനെ അബദ്ധങ്ങളെ പറ്റി പറഞ്ഞ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ആ കാശ് അങ്ങോട്ട് വെച്ചു. ഖബറും കി ജിന്ദഗി ജോ 1500 രൂപ ഹേ. മുഴുവിപ്പിക്കാൻ പറ്റില്ല, പെണ്ണിൻ്റെ അച്ഛൻ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു. പൈസ എഴുതിയ മാവൻ ഫ്ലാറ്റ്. അങ്ങനെ ഇത് അച്ഛനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛനോട് ഒറ്റ ചോദ്യം, എടാ റിസപ്ഷൻ 5 മണിക്കല്ലേ, നീ ആരെണ്ണാക്കലുണ്ടാ കാശ് കൊണ്ട് വെച്ച് നേരത്തെ നിന്ന്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ സുഭാഷ് എൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണ് കാശ് കൊണ്ട് വെച്ചേക്കണത്. ചെക്കൻ്റെ വീട്ടിൽ വെക്കണതിന് വരെ നേരെ പെണ്ണിൻ്റെ വീട്ടിൽ മനസ്സിലുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രിയദർശൻ മൂവി ആയിരുന്നത്, അതങ്ങോട്ട് നേരെ മാറി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളിയിലേക്ക് അങ്ങോട്ട് കടന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മില്ല അച്ഛൻ എന്താ പറഞ്ഞത്. 60 കാലഘട്ടങ്ങളിലെ തെറികൾ ഞാൻ ഒറ്റയിരിപ്പിനെ അങ്ങോട്ട് കേട്ട്. അങ്ങനെ ഞാൻ നേരെ ചെന്ന് ഒരു
പേപ്പർ എടുത്തിട്ട് സുഭാഷ് ഏട്ടൻ ലെറ്റർ കണ്ട് എഴുതി. നന്മ നിറഞ്ഞ സുഭാഷ് ഏട്ടനെ അറിയുന്നതിന് എന്നോട് ക്ഷമിക്കണം. പൈസ ഭദ്രമായി ഞാൻ പെണ്ണുവീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് സ്വന്തം തൈവളപ്പിൽ ചുരുളിയുടെ മകൻ, മുരളിയുടെ മകൻ. ഇത്ര എഴുതി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെന്റ്. എന്താ? ലാലേട്ടൻ്റെ ഓട്ടം എന്ന സിനിമയിലെ സുന്ദരി സുന്ദരി എന്ന ഗാനവുമായി വരുന്നു നമ്മുടെ സ്വന്തം മണവാളൻ സുഭാഷ്. സുഭാഷ് ഏട്ടൻ പാട്ട് പാടാൻ പോവാ. സുഭാഷ് ഏട്ടനെ പറ്റിയിട്ട് പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ ഭയങ്കര സംഗീതപ്രിയനാണ്. അല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വരികളാണ് പുള്ളിയുടെ മെയിൻ. എന്താ വെച്ചാൽ ഈ നമ്മളെന്തെങ്കിലും വരികളൊക്കെ തെറ്റിച്ച് പള്ളിയെ രമേശേട്ടാ, ഇപ്പോൾ ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ എന്ന് പാടി സുഭാഷ് ഏട്ടൻ പറയും, നീ എന്തൊക്കെയുണ്ട് ഈ പാടുന്നത്? ചിലമ്പൊലിക്കാറ്റ് ചുറ്റി അടിക്കാനാ? എടാ ചുറ്റിക്കൊണ്ടല്ലേ അടിക്കുക, അങ്ങനെ പറയും സുഭാഷ് ഏട്ടൻ. അത്രയും അറിവാണ് സുഭാഷ് ഏട്ടന്. അങ്ങനെ സുഭാഷ് ഏട്ടൻ പാട്ട് പാടാൻ വേണ്ടി വരിക. സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് തുടങ്ങി, സുന്ദരി, ആഹാ അടിപൊളി, എല്ലാവരും പറഞ്ഞു സുഭാഷേ അടിപൊളി, കിഡിലൻ. പക്ഷെ കരോക്കെ അത് തുടങ്ങിയില്ല. സുഭാഷ് ഏട്ടൻ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. സുഭാഷ് ഏട്ടൻ പതറാതെ പറഞ്ഞു, സുന്ദരി ഒന്നുടാണ്ട് വാ. പറയല്ല, എല്ലാവരും അവിടെ ചിരി അങ്ങോട്ട് തുടങ്ങി. ചിരി എന്ന് പറഞ്ഞാൽ ജതി ചിരി, കല്യാണവരുടെ മൊത്തം ചിരി. ഞാൻ നോക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ഈ കുഞ്ഞ പിള്ളേർ കരയില്ലേ, ഈ പാണ്ടിലൂരൊക്കെ കയറ്റം കയറി പോണ പോലെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക സുഭാഷ് ഏട്ടൻ. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഇതാണ് ശരിക്കും ഓപ്പറേഷൻ സുഭാഷ്, അതല്ല ഓപ്പറേഷൻ സഭാഷ്. നമ്മളെല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണല്ലേ? എല്ലാവരും പാട്ട് പാടില്ലേ? ചേട്ടൻ പാട്ട് പാടില്ലേ? പണ്ടൊക്കെ പാട്ട് പാടി മഴ പെയ്ക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പാട്ട് പാടി റിവ്യൂ വരെ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ പാട്ടിനെ പറ്റിയിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരു മാപ്പിളപ്പാട്ട് പാടുന്ന ഒരു മജീദൊക്കെ ഉണ്ട്. പുള്ളി ഏത് പാട്ട് പാടിയാലും മാപ്പിള പാട്ട് പോലെയാ. കണ്ണേ കലൈമാനെ കന്നിമയിലന്, ഇതുവരെ വളരെ ശരിയായിരിക്കും. കണ്ടേനുനൈ നാനേ, ഇതാണ് പുള്ളിയുടെ ഒരു മീറ്റർ. പിന്നെ ഭയങ്കര പാട്ട് ഭയങ്കര മിക്സായിട്ട് പാടുന്ന ഒരാളുണ്ട്. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് അവർ പാടുക. ഉണ്ണി നിനക്ക് വേണ്ടി എങ്ങോ കാത്തു നിൽപ്പു മിഴിനീർക്കിനാവിലൂർന്നതെന്തേ. ഇത് രണ്ട് പാട്ടാ, അതവർക്ക് അറിയ പോലുമില്ല. പണ്ട് മൂളിപ്പാട്ട് പാടിയ പലരും ഇന്ന് സ്മൂളിൽ പാട്ടാണ് പാടുന്നത്. പിന്നെ ഈ പാട്ടുകളുടെയും എല്ലാവരെയും അബദ്ധങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു. ഈ അബദ്ധങ്ങളുടെയൊക്കെ ഒരു അടുത്ത ഒരു ന്യൂജൻ വേർഷനാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ലൈഫിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജയ് സ്റ്റാൻഡപ്പ് കോമഡി. നല്ല ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ആയിരുന്നു കേട്ടോ, നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരോട് ചോദിക്കാം, രമേശേട്ടാ. മിഥുൻ നല്ല പ്രകടനമായിരുന്നു. മിഥുന്റെ ചില പാട്ടുകളുടെ കണ്ടുപിടുത്തങ്ങളും. മിഥുൻ ഒരു എഡിറ്ററും ഗ്രാഫിക്സും മാത്രമല്ല, മിഥുൻ അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ഒരാളാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തൃശ്ശൂർ ഭാഗങ്ങളിലെ ഞങ്ങളുടെ ബ്യൂറോ ചീഫ് അങ്ങനെയാണ് പറഞ്ഞത്. ആണോ? ചെറുതായിട്ട് പാടും. പരിപാടികളിൽ അത്യാവശ്യം പാടാറുണ്ടോ പാട്ടൊക്കെ? അല്ല, വീടിന്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അതിലൊക്കെ ചെന്ന് അത്യാവശ്യം പാടും. മിഥുന്റെ സ്ക്രിപ്റ്റ് വളരെ നല്ലതാണ്. ഒരു അല്പം കൂടെ കങ്ങിട്ട് മിഥുൻ ഇതിന്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ, നമ്മൾ കഥ പറയുന്നതിന്റെ ഒരു ഓർഡർ, ഇന്നത് കഴിഞ്ഞ് ഇന്നത് കഴിഞ്ഞ് ഇന്നത് എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ, അതിനെ അങ്ങനെ ക്രമത്തിൽ ഓർക്കാൻ മിഥുൻ്റെ ഒരു ചെറിയ പാടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നൊരു കാര്യം, അതല്ല വേറൊരു കാര്യം നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ, അത് നമുക്ക് ഇത്ര ഞാൻ പറയുന്ന പോലെ ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ ഇപ്പുറം പറയാൻ നോക്കിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് ഇവിടുന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അറിയാതെ ഇത് പറഞ്ഞു പോയ ശേഷം തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഓർഡർ കൃത്യമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു ചെറിയ പാടുണ്ട്. ഓർഡറിൽ പറയണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഇതിന്റെ ഓർഡർ എന്താണെന്നും ഇതിനെ അറിവുള്ളായിരുന്നു, ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഈ ഓർഡർ മാറുന്നതിന്റെ ഒരു പ്രശ്നം ഇതിന്റെ മുഖത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറിയായിരുന്നു ഓർഡർ ചെറുതായിട്ട്. ചിലത് മറന്നുപോയിട്ടുണ്ട്. മറന്നു പോകുമ്പോഴൊക്കെ ഇടയിൽ നിന്ന് എടുത്ത് മാറ്റിയ പോലെയാ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എന്തോ മറന്നല്ലോ എന്ന് പിന്നെ നമ്മൾ ഓർത്തോണ്ടിരിക്കും. നമ്മൾ ഇടയിൽ ഒരു സാധനം വിട്ടുപോയാൽ ആ വിട്ടുപോയത് എന്താന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് ഓർക്കുന്നത് കാരണം പറയാനുള്ളതിനെ അത് ബാധിക്കും. വിട്ടുപോയ വിട്ടോട്ടെ എന്ന് വെച്ചേക്കണം. പിന്നെ പറയാനുള്ളതിന് ഇങ്ങനെ ട്രെയിൻ ലേറ്റ് ആവുന്ന പോലെയാ. ഒരു ട്രെയിൻ ലേറ്റ് ആയാൽ പിന്നെ ലേറ്റ് ആയ ട്രെയിൻ തന്നെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുള്ളൂ. കാരണം സമയത്ത് ഓടുന്ന ട്രെയിനിനെ പിടിച്ചു വെച്ചിട്ട് ഒരിക്കലും ഈ ലേറ്റ് ആയതിനെ കറക്റ്റ് ചെയ്യാൻ റെയിൽവേ നോക്കൂല എന്ന് പറഞ്ഞ പോലെയാണ്. ബാക്കി ഗംഭീരമായി. മിഥുൻ നന്നായിരുന്നു. മിഥുൻ ഓരോ വിഷയങ്ങളും നല്ലതായിരുന്നു. വിഷു പറഞ്ഞ പോലെ തന്നെ ആ ഓരോ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു യാത്രയുണ്ടല്ലോ,
അതിനിടയിൽ എവിടെയൊക്കെ ഒരു ചെറിയ മിസ്സിങ് പോലെ തോന്നിയെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ സുന്ദരി ഒന്നുകൂടാണ്ട് മറ്റേ അതൊക്കെ നല്ല രസമുള്ള പാട്ടുകളെല്ലാം നല്ല രസമായിട്ട് പറഞ്ഞു. നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. സ്റ്റാൻഡപ്പ് കോമഡി മാത്രമല്ല പാട്ടും പാടും. പാട്ടും ഉണ്ടല്ലോ. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് രണ്ട് കാര്യത്തില് നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിയും ചെയ്യാം, പാട്ടും പാടാം കേട്ടോ. അപ്പൊ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. അഡ്വാൻസ് കൊണ്ടുവന്നില്ല. ഇപ്പൊ എല്ലാം ഈ മൊബൈലിലാണല്ലോ പൈസയൊക്കെ. ജിപേ ചെയ്താൽ മതിയായിരിക്കും. ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ UPI ID ഉണ്ട്. ഗൂഗിൾ പേ ഉണ്ട്, പക്ഷെ എനിക്കില്ല ഗൂഗിൾ പേ. അതാണ്. സാരമില്ല, കയ്യിൽ കൊടുത്താൽ മതി ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അഡ്വാൻസ്. ഓക്കെ, അപ്പം ഇതിനെ പൊളിച്ചു, അടിപൊളിയായി. നമുക്ക് മാർക്സ് പിന്നെ അറിയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യെസ്, നമ്മുടെ വേദിയിൽ എത്തുന്നു മറ്റൊരു ഗംഭീര പെർഫോമൻസുമായിട്ട് സോബിൻ കുര്യൻ. ഹായ് ചേട്ടാ, ഈ എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഷാറുഖ് ഖാൻ, രമേശ് പിഷാരടി ഇങ്ങനെയുള്ളവരൊക്കെ ഇത്രയും പോപ്പുലർ ആകാനുള്ള റീസൺ എന്താ അറിയോ? എനിക്കുള്ളതുപോലെ ഒരു കൂട്ടുകാരൻ ഇവർക്കില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും കാണാം, ഈ നമ്മുടെ നാട്ടിലും വീട്ടുകാർക്കും ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ എനിക്കൊണ്ടൊരുത്തൻ. ഇവനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവൻ ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ടാഗ് ചെയ്യാൻ പോയിട്ട് #, ഇട്ടൊന്നും മെൻഷൻ പോലും ചെയ്തിട്ടില്ലെന്ന്. അച്ചാദ്യം പണ്ടതായിരിക്കും. ചേട്ടാ, ഞങ്ങളുടെ അടുത്തൊരു കടയിൽ ഒരു ബോർഡുണ്ട്, ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഒരു സമ്മാനം ഉറപ്പ്. അങ്ങനെ എല്ലാവരും അവിടെ പോയി മേടിക്കാറുണ്ട്. ഈ ബോർഡ് കണ്ടിട്ട് അവിടെ ചെന്ന് 100 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിയിട്ട് സമ്മാനത്തിന് വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഇതൊക്കെ ചെറുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പിന് പോയി. ഈ റീസെൻ്റ്ലി ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ ഞാൻ പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തോർത്തെടുത്തില്ല, നീ ഒരു തുണിക്കട കാണുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവനൊരു ബുട്ടീക്ക് ചെന്ന് തോർത്ത് ചോദിച്ചു. ചേട്ടാ, ഈ പോയി ചോദിച്ചിട്ടാ പോട്ടെ, ആ ഡിസൈനർ തൻ്റെ കരിയറിൽ ഇങ്ങനൊരു ചോദ്യം വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ ബുദ്ധിയില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതോ പോട്ടെ, ഇവൻ്റെ കോഴിത്തരമാണ് അൺസഹിക്കബിൾ. അതായത് ഒരു ക്വാളിറ്റി ഇല്ല. ഇവൻ ഡയാനെ പോലും ഇവൻ വായി നോക്കി കളയും. അങ്ങനെ എടുത്തൻ. നമ്മളൊക്കെ നമ്മുടെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് എങ്ങനെ? ഒന്നിലേ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോവും, അതും അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കും. ഇവൻ മാട്രിമോണി സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഏത് ജോബ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ റിക്വസ്റ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് ആ ജോബിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഇവൻ്റെ ഈ കോഴിത്തരം കാരണം ആക്ച്വലി ഇവൻ്റെ കരിയർ വരെ മാറിപ്പോകേണ്ടതായിരുന്നു. കാരണം ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഇവൻ എപ്പോഴും അനിമൽ പ്ലാനറ്റാണ് കാണുന്നത്, അതുകൊണ്ട് ഇവനെ വെറ്റിനറി മെഡിസിൻ വിടാമെന്ന്. ഇവൻ്റെ വീട്ടുകാർ ഇവൻ അനിമൽ പ്ലാനറ്റ് കാണുന്നേ കണ്ടിട്ടുള്ളൂ. തൊട്ടടുത്ത ചാനൽ ഫാഷൻ TV ആണെന്നുള്ളത് ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇവൻ്റെ നോട്ടം ആനിമേലിലല്ല ആൻറ്റിമേലാണെന്ന്. അതോടെ ആ പ്ലാൻ ഒരു ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഈ കോഴിത്തരം ആയിട്ട് നടക്കുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ടുള്ള ഏക ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ കോഴിത്തരം ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലൈൻ സെറ്റ് ആവുന്നത്. അതായത് ഇവൻ്റെ ഒരു ലൈൻ ബ്രേക്കായി അടുത്ത് സെറ്റ് ആകാൻ വേണ്ടി വിത്തിൻ 7 to 10 ബിസിനസ് ഡേയ്സ് എടുക്കത്തുള്ളൂ. ഇവൻ്റെ എത്രാമത്തെ ഒരു ലൈനിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. ഞാൻ സിനിമയല്ലേ പോയേക്കാന്ന് പറഞ്ഞു പോയി. ചേട്ടാ, ഒരു സിനിമയുടെ റിവ്യൂ കണ്ട് ഏറ്റവും മോശം സിനിമയ്ക്ക് പോകുന്ന ഏക കാറ്റഗറി എന്ന് പറയുന്നത് ഈ കപ്പിൾസ് ആയിരിക്കും. കാരണം തിയേറ്ററിൽ ആൾ കാണത്തില്ലല്ലോ. പിന്നെ ഇവര് ഇരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സീറ്റും ബുക്ക് ചെയ്യും. ഏതാണെന്നറിയാമല്ലോ? ഏതാ? കോർണർ സീറ്റ്. എടാ മോനെ, നിനക്ക് ഇതൊക്കെ അറിയാലേ. അതായത് കോർണർ സീറ്റിലായിരിക്കും ഇവർ എപ്പോഴും ഇരിക്കുന്നത്. സിനിമ തുടങ്ങി, നായകൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവനും കെട്ടിപ്പിടിക്കുന്നത്, നായകൻ കിസ് അടിക്കുമ്പോൾ ഇവനും കിസ് അടിക്കുന്നത്. അതായത് സ്ക്രീനിന്റെ റിഫ്ലക്ഷനൊക്കെ എനിക്ക് സീറ്റ് കാണാം. ഇതിൽ ഏത് സീൻ നോക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല ഞാൻ. പക്ഷെ അന്നാണ് ചേട്ടാ എനിക്ക് മനസ്സിലായത് ഈ സെൻസർ ബോർഡിന്റെ ഒരു ഗുണം. അല്ലായിരുന്നെങ്കിൽ ആ നൂൺ ഷോയുടെ കൂടെ ഇവന്റെ ഷോയും കൂടെ ഞാൻ കാണേണ്ടി വന്നേരെ. സത്യത്തില് ഞാനിപ്പോൾ ഇത്രയൊക്കെ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ ചുമ്മാ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി ഇവനെ കുറിച്ച് കയറ്റിയടിക്കുന്നതാണ്. സത്യമായിട്ടല്ല. ഈ കസ്റ്റമർ കെയറിലെ വിളിക്കുന്ന ചേച്ചിമാർ ഒരു ശല്യമായിട്ട് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ കസ്റ്റമർ കെയറിലെ ചേച്ചി ബ്ലോക്ക് ചെയ്ത ആദ്യത്തെ വ്യക്തി ഇവനായിരിക്കും. കാരണം ഡേറ്റ പ്ലാന്റെ കാര്യം പറയാൻ വന്ന ചേച്ചിയോട് വൈകിട്ട് എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ബ്ലോക്ക് ചെയ്യാതെ വേറെ എന്തോ ചെയ്യും. ഞാൻ തീരുമാനിച്ചേട്ടാ, ഇവനുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യണം. സത്യം പറയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എൻ്റെ വെർജിനിറ്റിയും, 2 ഇവനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ. 2 എന്നെ കിട്ടി ഇതുവരെ പോയിട്ടില്ല. ഞാൻ അപ്പോൾ എവിടെയോ ഞാൻ കണ്ടു, എവിടെയോ ഞാൻ കണ്ടു, അതായത് നമ്മൾ ഈ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാകും. ഈ ഫ്രണ്ട്ഷിപ്പിനുള്ള ബന്ധം അത്രേ ഉള്ളെന്നൊക്കെ. എന്നാൽ അങ്ങനെങ്കിലും പോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞടാ, നീ എന്നോട് മേടിച്ച കാശല്ല എനിക്ക് തിരിച്ചു തരണം, അതെനിക്ക് എനിക്ക് കാശിന് ടൈറ്റ് ആണെന്ന്. ഇവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഷെയർ ചെയ്തേക്കുന്നു. ഇവൻ്റെ തന്നെ എൻ്റെ ഈ റീലിന് വിജയ് മല്യ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവണം? അറ്റ്ലീസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അതും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് എങ്കിലും ചെയ്യണം. ഇവരിൽ നിന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല.
എന്നെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ തുണിക്കട നിൽക്കുന്ന ചേട്ടന്മാരാണ്. കാരണം ഞാൻ ട്രയൽ റൂമിൽ കയറിയിട്ട് എന്തിട്ടിട്ട് ഇറങ്ങിയാൽ ഇവർ പറയും അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടയിലോട്ടാണ് കയറി ചെന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് പൊളി, ഇത് മതി ഇത് മതി. ഞാൻ മോട്ടിവേറ്റ് ആയി പൈസയും കൊടുത്ത് ഇറങ്ങിയിട്ട് ഓർത്തെ പുല്ലി ഇത് ഞാൻ ഇട്ടോണ്ട് പോയ ഷർട്ടാണല്ലോ ഒന്നും അജാതി മോട്ടിവേഷൻ. ഞാൻ തീരുമാനിച്ചേട്ടാ ഇവനുമായിട്ടൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇവനോടുള്ള കമ്പനിയൊക്കെ വിട്ട് ഒരു ധ്യാനമൊക്കെ കൂടി അങ്ങ് നന്നാകാൻ വേണ്ടി തീരുമാനിച്ചു. ധ്യാനമൊക്കെ കൂടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹായിക്കാനുള്ളൊരു ത്വരയാണ്. സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസഹായം. അതിപ്പോൾ ഒരു ഒച്ച അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് 10 സെന്റിമീറ്റർ ഫ്രണ്ടിലോട്ട് ഇട്ട് കളയും. അമ്മാതിരി സഹായം. ഞാൻ ധ്യാനം കൂടി നേരെ വീട്ടിൽ വന്ന് ഒരു കാർഡ്ബോർഡിനകത്ത് ഡ്രസ്സെല്ലാം വാരി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പട്ടിണി പാവങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യണം. എൻ്റെ ക്രെഡിറ്റ് പോലും എനിക്ക് വേണ്ട, അപ്പൻ എടുത്തോളാൻ. അപ്പം അതേപോലെ പെട്ടി എനിക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടാ മോനെ നിന്റെ ഷർട്ടിൻ്റെ സൈസ് പാകമാകുന്ന ഒരു പട്ടിണി പാവങ്ങളും നമ്മുടെ നാട്ടിലില്ലെന്ന്. സംഭവം ബോഡി ഷെയ്മിങ് ആണെങ്കിലും അതിൽ കാര്യമുള്ളതുകൊണ്ട് ഞാൻ അപ്പനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ധ്യാനം കൂട്ടിയിട്ടൊന്നും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വിട്ടില്ല. കാരണം മനിതനുണർന്നുകൊള്ളത് മനിതർ കാതലാണോ? അല്ല, കാര്യമൊന്നുമല്ല. ഇനി എങ്ങാനും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് ഇവനെങ്ങാനും നന്നായി പോയി നാട്ടുകാർ പറത്തില്ല ഞാനായിരുന്നു പഴയെന്ന്. സോ അത് അതേം താണ്ടി പുനിതമായത്. താങ്ക് യു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു കൈ എടുക്കുമോ? ആക്ച്വലി നമുക്ക് പലതരത്തിലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ചില ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു സോൾമേറ്റ് പോലെയൊക്കെ തോന്നും. അറ്റ് ദ സെയിം ടൈം ഇതുപോലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? സോബിനെ നല്ല പ്രകടനമായിരുന്നു, നല്ല രസമുള്ളൊരു പ്രകടനമായിരുന്നു. ഈ സോബിൻ കുറച്ചുകൂടെ ഈസായി, സോബിൻ കുറച്ചുകൂടെ പ്രോ ആയി. നല്ല രസമുണ്ടായിരുന്നു, നല്ല നർമ്മങ്ങളായിരുന്നു. ഈ സൗഹൃദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം ഈ സുഹൃത്തുക്കളുടെ ഒരു കാര്യം, നമ്മളങ്ങനെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയല്ല, സുഹൃത്തുക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരേ താല്പര്യമുള്ളവർ തമ്മിൽ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്കൂളിൽ കൊണ്ട് 10-40 പിള്ളേരെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പഠിക്കുന്നവന്മാർ ഒരു ഗ്രൂപ്പ്, പഠിക്കാത്തവന്മാർ ഒരു ഗ്രൂപ്പ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ചില ആളുകൾ തമ്മിൽ സൗഹൃദമാകും. പക്ഷേ ചൂസ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ചൂസ് യുവർ എനിമീസ് വൈസ്ലി എന്ന് പറയും. വലിയ പ്രാധാന്യമുണ്ട് ഇവർക്ക്. നമ്മളെപ്പോഴും എല്ലാ മനുഷ്യരും ഈ കൂട്ടത്തോട് ഇഴുകിച്ചേരാൻ പ്രത്യേക താല്പര്യമുള്ളവരാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തോട്, പൊതുവായ കാര്യങ്ങളോട് എപ്പോഴും ഇഴുകിച്ചേരുക, അതാണ് സമൂഹത്തിന് ഏറ്റവും അനുരൂപനായവൻ എന്ന് വിചാരിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരെങ്ങനെയാണോ ഏതാണ്ടൊക്കെ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും, ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗംഭീരമായി കേട്ടോ. സോബിൻ നന്നായിരുന്നു. സോബിൻ നല്ല രസമായിരുന്നു. സോബിൻ തിയേറ്ററിൽ കാമുകി കാമുകന്മാരുടെ എന്തൊരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഭയങ്കര കൈഡിയായിരുന്നു പിള്ളേരെല്ലാം. അതിന് ഒരാൾ ആൻസർ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മള് പണ്ട് ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു ട്രൂപ്പിനകത്ത് ഒരു ഗായിക ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ട്രൂപ്പിലുള്ള ഒരു 5 പേരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഈ 5 പേർക്കും പ്രണയമുണ്ട്. മാഞ്ചാലിയെ പോലെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് നടക്കുന്നത്, ഇവരുടെ കൂടെ നടക്കുന്നത്. ഈ പറയുന്ന അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ പ്രശ്നമാകുന്നുണ്ട്. ഒരു 5 പേരും കൂടെ കൊണ്ടുപോയിട്ട് ആളില്ലാത്ത തിയേറ്ററിൽ പോയാലേ ഈ അടുത്തിരിക്കാൻ മാറി മാറി ഇരുന്നാലും ഇവർക്ക് ഒന്ന് മുട്ടി ഉരുമി ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഒരു പടം സെലക്ട് ചെയ്തു. ഷാജിയൻ കരുണിന്റെ സ്വം എന്ന് പറയുന്ന സിനിമ. കാരണം അതിന് അന്ന് അവാർഡ് പെടാതുകൊണ്ട് ആളില്ലെന്ന് വിചാരിച്ച് ഇവർ കൊണ്ടുപോയി ടിക്കറ്റൊക്കെ എടുത്ത്, ഹൈ ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്ത് എങ്ങനെയൊക്കെ പൈസ പിരിച്ചാൽ എടുത്ത് അകത്ത് ചെന്നപ്പോഴേ ആ തിയേറ്ററിൽ അന്ന് ഫുള്ളായിരുന്നു. അങ്ങനെ അവിടുത്തെ ടിക്കറ്റ് കീറുന്ന ആള് ടോർച്ചടിച്ചിട്ടേ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് 5 സ്ഥലത്തുണ്ട്. ഇവള് അടുത്ത് ഇരുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ പറഞ്ഞ കഥയിലെ 5 പേരിൽ 2 പേരെ പിടികിട്ടി, ബാക്കി 3 പേരാരാന്നുള്ളത് ഞാൻ കൃത്യം പറഞ്ഞുതരാം. സോം ഇറങ്ങിയത് ഒരു 94-95 94 ലാസ്റ്റ് ഡിസംബർ. 95 സോം ഇറങ്ങുമ്പോ നിങ്ങളുടെ ഏത് പടമാണ് ഷൂട്ടിംഗ് നടക്കുന്നത്? മിമിക്സ് പരേഡോ? കൈ കൊടു. പിടിച്ചു ആ സമയത്ത് അതിന്റെ അത് തന്നെ. അജയൻ ചേട്ടാ എന്താ പറയുന്നു? ആളെ ബുക്ക് ചെയ്യുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അഡ്രസ്സൊക്കെ തരണം കേട്ടോ. ആദ്യം പറഞ്ഞ ആ ഒരു ബുദ്ധിയില്ലാത്ത കൂട്ടുകാരനില്ലേ, അതുപോലത്തെ ഒരു ഡ്രൈവർ എനിക്കും ഉണ്ടായിരുന്നു. ഒറ്റ ബുദ്ധി രവീന്ദ്രൻ എന്നാ വിളിക്കുന്നത്. അവന് ഒരു ബുദ്ധിയേ ഉള്ളൂ. ഒരു കുളമാവിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരിക. ഇവൻ വണ്ടി ഒതുക്കിയിട്ട് പറയാ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്താ വണ്ടി ഓടിക്കാൻ പറ്റാത്തത്? ഫോഗുണ്ട്, വണ്ടിക്ക് ഫോഗ് ലാമ്പില്ല, അത് കാരണം ഓടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു എടാ നമുക്ക് രാവിലെ അവിടെ എത്തേണ്ടതാണ്, എന്തായാലും വണ്ടി ഓടിക്കുക.
ഇല്ല ചേട്ടാ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഫോഗ് ലാമ്പില്ല, കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മുമ്പിൽ പോണ KSRTC ബസ്സിൻ്റെ ടൈൽ ലാമ്പുണ്ടല്ലോ, അത് നോക്കി നിനക്ക് ഓടിക്കാൻ പാടില്ലേ? ആ അത് ശരിയാണല്ലോ. അപ്പോഴാണ് അവന് ബുദ്ധി കിട്ടിയത്, രണ്ടാമത്തെ ബുദ്ധി. എൻ്റെ പൊന്നെ പിഷാരടി 3000 രൂപ KSRTCക്കാർ മേടിച്ചെടുത്തു. പുറകെ ഓടിച്ചതിന് ഇതിന് പൈസ മേടിക്കുന്നത്? എൻ്റെ പിഷാരടി, ഇവൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത വണ്ടിയുടെ പുറകെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അനധികൃതമായിട്ട് ബസ് സ്റ്റാൻഡിൽ കയറി എന്ന് പറഞ്ഞിട്ട് 3000 രൂപ മേടിച്ചെടുത്തത്. അപ്പോൾ സോദരെ മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അറിയാം. പ്ലസ് പുള്ളി ബുക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളും ഒക്കെ പുള്ളി ലേറ്റർ പറയും. പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് മേടിച്ചോളാം. അത് നമുക്കുള്ള ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. അപ്പൊ മാർക്ക് പറയുന്നതിന് മുമ്പ് മിഥുൻ പാടും വീടിനടുത്തുള്ള പ്രദേശങ്ങളിൽ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഏത് തരം പാട്ടാണ് മിഥുൻ പാടുന്നത്? ഞാൻ സിനിമ പാട്ടുകൾ പാടാറുണ്ട്, പക്ഷെ കൂടുതലും ഈ ഇവിടുത്തെ നമ്മുടെ കേശവ മാമന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ, അതുകൊണ്ട് എനിക്ക് ആ പുള്ളിയുടെ ഒരു പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. കേശവമാമന്റെ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരാൾ. അപ്പൊ ഞങ്ങൾക്ക് സിനിമാ പാട്ട് വേണ്ട, അത് മതി. സിനിമ പാട്ടിന്റെ രീതിയിലുള്ള മനസ്സിലായി. പാരഡി. വിഷാംശമോരോ പഴത്തോടിലും തേച്ചു പിടിപ്പിച്ചു, ഹേമന്ത തന്നൊരു ഫ്രൂട്ട് സലാഡിൽ കാർബണിന്റെ ഹോർമോണുകൾ, എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രം, ജീവിച്ചിരിക്കുന്നു ഞാൻ ഭൂമിക്ക് ഭാരമായി. ഇത് കേട്ട തുള്ളിച്ചാടം കേട്ടോ. അങ്ങനെ ഒരു ഫാൻ ബോയ് ഇങ്ങനെ ഫ്ലോറിൽ വന്ന് അങ്ങനെ ശരിക്കും നമ്മൾ വരികൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ്. മറ്റേ പാടുമ്പോ ആ ഒരു ഓളത്തില് കേശവമാമനെ ആസ്വദിച്ച് പോകും. വരികൾ ശ്രദ്ധിക്കുക. അല്ല, കേശവമാമൻ ഒരുപാട് ഫാൻസ് ഉണ്ട്. എന്നോട് പല സിനിമാ നടന്മാരും നടിമാരും ഒക്കെ കാണാപ്പാടം പഠിച്ച് ഒരുപാട് പാട്ടുകൾ പാടുന്ന ആൾക്കാരുണ്ട്. കേശവമാമന്റെ പാട്ടുകൾ പാടുന്ന വലിയ സ്റ്റാറുകളുണ്ട്. അത്യാവശ്യം രക്ഷയില്ലാത്ത ഘട്ടങ്ങളില് അത് നിങ്ങളുടെ പരിപാടിയിലുള്ള മറ്റേ മാനത്ത് പറക്കുന്ന കാക്കി എന്ന പാട്ടൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. മഞ്ജു വാര്യർ ഇവിടെ വന്നിരുന്നപ്പോ കേശവമാമനെ കൊണ്ട് ആമാശയം എന്നുള്ള പാട്ട് പാടിക്കുകയും മുഴുവനായിട്ട് അതിനോടൊപ്പം ഇരുന്ന് പാടുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ പാരഡി സോങ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തുനിന്ന് കിളുത്ത് വന്ന് മുളച്ച് വളർന്ന് വടവൃക്ഷമായി മാറിയ ഒരാളാണ് കേശവമാമൻ. പിന്നെ അദ്ദേഹം പാരഡിക്ക് എടുക്കുന്ന പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള അതിഗംഭീര പാട്ടുകളാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടാണ് കയറി അങ്ങ് നന്നായിരിക്കുന്നത്. ഇപ്പൊ പല പാട്ടുകളിലെ ഒറിജിനൽ പാട്ട് ഞങ്ങൾ മറന്നിരിക്കുകയാണ്. പണ്ട് നമ്മള് എനിക്ക് തോന്നുന്ന ഒരു 93 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ എല്ലാ സ്റ്റുഡിയോയിലും പാരഡി മാത്രമായിരുന്നു. അതായത് ഞാനൊക്കെ എല്ലാ സ്റ്റുഡിയോയിലും രാവിലെ തുടങ്ങി റെക്കോർഡിങ് സാജു ഓരോരുത്തർ ഓരോ സ്റ്റുഡിയോയിലും ഉണ്ടാവും. അവിടെ തന്നെ ഉറക്കം, അവിടെ തന്നെ വല്ലയിപ്പം, അവിടെ തന്നെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ കാസറ്റുകളും ഡെയിലി അത്രയും കാസറ്റുകൾ ഇറങ്ങിയിരുന്നു പാരഡികളുടെ മാത്രം. നമ്മുടെ സാജൻപെടുത്ത് വീരപ്പ ശക്തി ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ, വീരപ്പ ശക്തി ഗാനങ്ങൾക്ക് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ അതിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു സമയത്താണ് കേശവമാമന്റെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് പാരഡി വീണ്ടും. അത് അന്ന് പാരഡിക്ക് ഒരു വലിയ കാര്യം ഉണ്ടായത് സട്ടയർ ആയിരുന്നു. എല്ലാത്തിലും എല്ലാ കൊല്ലവും നമ്മൾ ഈ പൊളിറ്റിക്സ് കളിയാക്കുക, അങ്ങനെ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു പല പാരഡികൾക്കും. കേശവമാമന്റെ പാരഡി നമ്മൾ പാരഡിക്ക് പിടിക്കാത്ത വിഷയങ്ങളിൽ നിന്നാണ് പാരഡി ഉണ്ടായെന്നുള്ളതാണ്. ആ സമയത്ത് അഗ്നിദേവനിലേക്ക് ഒരു പാട്ടിന് ഏറ്റവും സ്പീഡിൽ കൊതുകുകൾ അനവധി പെരുകി നഗരമി കൊച്ചിയിലെന്തൊരു തൊന്തരവ്, പല പല ഓടകൾ കാനകൾ തോടുകൾ കൊതുക് വളർത്തൽ കേന്ദ്രമിതേ. കൊച്ചിയിലെ കൊതുകിൻ്റെ ഒരു പാട്ട്, നമ്മുടെ പൊളിറ്റിക്സിന്റെ പാട്ടുകൾ കുറേ. ആ സമയത്തെ വേറൊരു പാട്ട് എനിക്ക് ഓർമ്മയുള്ളത്, ഒരു ചാവാൻ കിടക്കുന്ന മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ വിൽപത്രം എഴുതാനായിട്ടുള്ള ഒരു പാട്ടാണ്. എന്താ, അപ്പാപ്പച്ച മോനെ നിവാടാ അപ്പച്ചൻ തീരാറായി, ഇടുക്കിയിലനുജത്തി ജാൻസി ഉടക്കി പോയ മേരി, മോളിയോ പാഞ്ഞെത്തി ആധാരം വീതം വെക്കാൻ പാപ്പച്ച. നാദൃശയുടെ ഒക്കെ പാട്ടുകളുണ്ടല്ലോ, അതിനകത്ത് നമ്മള് ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള, ഗേറ്റ് അടച്ചു റെയിൽവേ ഗേറ്റ് അടച്ചു വാനിനുള്ളിൽ പാപ്പൻ ചേട്ടൻ കണ്ണടച്ചു. ഞങ്ങളെ കോറസൊക്കെ പാടി ഞാൻ കാസറ്റ് ചെയ്ത രാഷ്ട്രീയ ഒരു പാട്ടുണ്ടായിരുന്നു. ഉഗ്രനാണ്. ഒരു റോക്കറ്റ് സ്പേസിൽ പോയാൽ അത് പോയതുപോലെ ഇങ്ങ് വന്നാൽ, അത് തട്ടിയാൽ അത് മുട്ടിയാൽ അത് സുനിയാൽ അത് മെയ്ഡ് ഇൻ ഇന്ത്യ. അന്ന് അതായിരുന്നു. അന്ന് മിക്കപ്പോഴും പുറകോട്ട് വരുന്ന ഇതായിരുന്നു. ഇപ്പോഴെല്ലാം സക്സസ് ആണ്. പക്ഷെ അന്നത്തെ കാലത്ത്
അങ്ങനെയാ. സലീം കുമാർ ഏട്ടന്റെ ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഏതാണ്? ചെമ്മീനിലെ പാട്ട്. കൂനിന്റെ ഉള്ളിൽ മോളിൽ കുരു അതുപോലെയാണ് വിധി തിരി എന്ന് പറഞ്ഞിട്ട് ഷിയാസക്ക് മുഴുവനായിട്ട് പാടി വേറൊരു പാട്ടുണ്ട്. അത് ഈ കുരു പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. ഇടത് ചെവിക്കടിയിൽ പുതിയൊരു വലിയ മുഴ, ഹായ് ചിലര് പറഞ്ഞതവിടെ വന്നത് ഭാഗ്യമുഴ, ഞാൻ കാണാത്ത ഭാഗത്തീ മുഴ, നാട്ടാർ കാണുന്ന ഭാഗത്തീ മുഴ, മാറാത്ത വ്യാധി ഈ മുഴ, വെയിലത്തു നിന്നാൽ തിളങ്ങും മുഴ, തണലത്തു നിന്നാൽ മുഴയ്ക്കും മുഴ, പ്രേമക്കത്തുമായി വന്ന പെൺകുട്ടി കണ്ടു മുതുകിൽ മുഴ, കണ്ട സ്പീഡിൽ അത് പോകുവാനുള്ള കാരണം ഈ മുഴ, മുഴ മുഴ. അയ്യോ 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 അയ്യോ. ഒരാളെ കൂടി പറയണം. ഇത്രയും പാരഡി പറഞ്ഞപ്പോ ഒരാളുടെ പേര് കൂടി പറയണം. അതെ അതെ. കൊച്ചിൻ മിമിക്ക. മിമിക്ക. Yes, അതാ ഞാൻ ഞാൻ ഇപ്പൊ പറയാൻ പറയാൻ വരുമായിരുന്നു. ഞാൻ പോയത്. അദ്ദേഹത്തിന്റെ പേരാ പറയാൻ വന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കാസറ്റ് ചെയ്തതില് വിൽസൺ ഓഡിയോസിന്റെ ഒരു കാസറ്റിൽ അതിനകത്തൊരു പാട്ട് ഭയങ്കര രസമാര്. ടാറ്റ ബഡ കമ്പനി അത് മാത്രമാ പൂട്ടാത്തൊരേ കമ്പനി. മിമിക്ക് എഴുതണ നാഷിക്ക് എഴുതാറില്ല. വേറെ ശാന്തമി രാത്രിയിലെ ഒക്കെ അനുപലിവിയിലൊക്കെ ആ കാണും ചാരായ ഷാപ്പിന്റെ മുറ്റത്ത് പൂസായിരിക്കുന്നതാര്, മദ്യത്തിനെതിരായി പ്രസംഗിക്കുവാൻ വന്ന നേതാവ് ഗോവിന്ദനാണോ, ലവലേശം വെളിവില്ല കുടിമൂത്തു ലിവറില്ല. ഒരു സംശയം, നമ്മുടെ കേശവ മാമന്റെ പാരഡി പാട്ടുകളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ തന്നെ ജൂക്ക് ബോക്സ് ഒക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ശരിക്കും ഈ പഴയ ഇപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോയ പാട്ടുകളെല്ലാം കേൾക്കാനോ എന്താ ഒരു വഴിയാ? കുറച്ച് കാസറ്റുകളൊക്കെ നമ്മുടെ കെ എസ് പ്രസാദ് ഏട്ടന്റെ വീട്ടിൽ കാസറ്റായിട്ട് സൂക്ഷിച്ചു വെച്ചതായിട്ട് ഇരിപ്പുണ്ട്. വർക്ക് ചെയ്യുന്ന കാസറ്റുകളും പാരഡി കാസറ്റുകളും ഒക്കെ ഉണ്ട്. അടിപൊളി. ശരിക്കും പറഞ്ഞ എല്ലാം കൂടെ ഒന്നുകൂടെ വന്നാലും ഒരുപക്ഷെ നമ്മൾ വളരെ ഗംഭീരാവും. അതെ. അങ്ങനെ നമ്മുടെ കലിപ്പന്മാർക്ക് ലഭിക്കുന്ന മാർക്സ് എത്രയാണെന്നറിയാം. രമേശ് ചേട്ടാ? മിഥുൻ 50-ൽ 46. 46 out of 50. മിഥുൻ 50-ൽ 45. അപ്പോ ടോട്ടൽ 91 out of 100. 91. Congrats. ഇനി സോബിന്റെ മാർക്സ് സോബൻ 50-ൽ 47. 47. സോബിൻ 50-ൽ 47. 47. അപ്പോ ടോട്ടൽ 94 out of 100. അപ്പോ ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ ബെസ്റ്റ് പെർഫോമർ സോബിൻ. കൺഗ്രാറ്റുലേഷൻസ്. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. കലിപ്പനും കാന്താരിയും അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ. Until then, bye. Once upon a time കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.